ഗുഡ് മോർണിംഗ് ഗൈസ്. നടക്കാനിറങ്ങിയതാ. നടക്കാനിറങ്ങുമ്പോൾ ചെറിയ മഴ പപ്പടയൊക്കെ എടുത്തിരിക്കും. ഇത് നമ്മളവിടുത്തെ അമ്പലം കേട്ടോ. കുളം, അമ്പലം, എന്താ വൈപ്പില്ലേ. രാവിലെ ഇങ്ങനെയൊരു മോർണിംഗ് അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും രാവിലെ ഒന്ന് നടന്നു നോക്കും. അടിപൊളി മോർണിംഗ് വൈബായിരിക്കും. ഇന്നിപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ മഴ പെയ്ത്. ഞാൻ വിചാരിച്ച് നടക്കണോ വേണ്ടയോ, പക്ഷേ നമ്മൾ നടക്കാൻ തീരുമാനിച്ചു ഗൈസ്. നിങ്ങൾ രാവിലെയൊക്കെ ഒരു മോർണിംഗ് വാക്ക് നടത്തി നോക്കിട്ടോ. അടിപൊളി വൈബാണ്. പിന്നെ നടക്കാൻ വിചാരിച്ച കുറേ പേര് ഇത് വന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു, ഒറ്റയ്ക്ക് നടക്കാൻ വിചാരിച്ചു. പക്ഷേ ആക്ച്വലി എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതായാലും കുറച്ച് നേരം നടന്നു പോകട്ടെ. ഇത് ഇങ്ങനെ നടന്നു പോകുമ്പോഴേ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വേറെ രസമാണ്. മെയിൻ എന്താ വർത്താനൊക്കെ പറഞ്ഞിട്ട് നടക്കുമ്പോൾ കുറച്ചും കൂടി സമയം പോകും. ഇത് എത്ര മണിക്കൂർ എത്ര ദൂരം നടക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാനൊന്ന് ഒരു അമ്പലം വരെ നടക്കാനാണ് പരിപാടി. നോക്കി നോക്കാം ഗൈസ്, എന്നെ കൊണ്ട് പറ്റുമോ. എന്തായാലും നോക്കി നോക്കാം. ഇത് വരെ കുറച്ച് ടഫുണ്ടാവും. കാരണം ഇന്നലെ മിനിഞ്ഞാന്ന് തൊട്ട് നടക്കാൻ തുടങ്ങിയ, പക്ഷേ ഇന്നലെ നടക്കാൻ പറ്റിയില്ല. ഇന്നലെ അർജൻറ്റീനയുടെ കളിയായിരുന്നു ഗൈസ്. അർജൻറ്റീന കളിയായപ്പോൾ നമ്മൾ കളിയുണ്ട് എണീക്കാൻ ലേറ്റ്, ഒരു രക്ഷയാണ്. അപ്പോൾ അങ്ങനെ വിചാരിക്കണം. എന്തായാലും നോക്കി നോക്കാം ഗൈസ്, കുറച്ചും കൂടി നേരം നടന്നു നോക്കട്ടെ. അങ്ങനെ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. നടക്കട്ടെ, ബൈ. അങ്ങനെ നമ്മൾ 1500 സ്റ്റെപ്പ് കഴിഞ്ഞു. നോക്കി നോക്കാം ഇനി എത്ര. ഈ കഴിഞ്ഞ ദിവസം ഓവറായിട്ട് നടന്ന് ഒരു എന്താ പറയുക 18,000 സ്റ്റെപ്സ് നടന്നു കഴിച്ചു. പക്ഷെ അത് ഓവർ ഡു ആയി. അതുകൊണ്ട് എന്താ പറയുക, ഇന്നലത്തേക്ക് ഒട്ടുക്കത്തെ കാലുവേദനയാണ്. അപ്പോൾ ഇനി നടന്നില്ലെങ്കിൽ കാലുവേദന കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നടക്കാൻ വെച്ചു. ഇവിടുത്തെ റോഡ് ഇതിലുള്ള റോഡാട്ടാ. ഇതിങ്ങനെ നടന്നു പോകാൻ അടിപൊളി വൈബാണ്. അങ്ങനെ നോക്കി നോക്കാം ഗൈസ്. അടിപൊളി. എന്തായാലും കുറച്ചും കൂടി ദൂരം നടക്കട്ടെ. നോക്കി നോക്കാം. 1500 സ്റ്റെപ്സ് കഴിഞ്ഞു. ഒരു 6000 അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നടന്ന് കണയത്തറേ. കണയത്തിലേക്ക് ഇനി 2 കിലോമീറ്ററുള്ളൂ. അങ്ങനെ നമ്മൾ 2500 സ്റ്റെപ്സ് കഴിഞ്ഞു ഗൈസ്. അടിപൊളിയിലെ. കീപ് ഗോയിങ്. നോക്കാം കുറേ 6000 ഒക്കെ കഴിയുമോ അതോ അത് അതിന് കൂടുതൽ അടിക്കും. നോക്കുക ഗൈസ്, കണയം 2 കിലോമീറ്റർ. കുറേ പേര് നടക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. നോക്കി നോക്കാം കുറേ കൂടി പറ്റുമോ. അങ്ങനെ നമ്മൾ എത്താറേ ഗൈസ്. അടിപൊളി വ്യൂ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു 3500 സ്റ്റെപ്സ് കഴിഞ്ഞിരിക്കുന്നു. ഗുഡല്ലേ. ഇവിടെ കുറേ പേര് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നോക്കിയിട്ടുണ്ട് ഗൈസ്. നോക്കാം. വാവ്, കള്ളി ഷാപ്പൊക്കെ ഉണ്ട് ഗൈസ്. രാവിലെ കള്ളുടിച്ചിട്ട് പോയാലോ. മദ്യപാനന്മാർ ഇത്തിരി ഹാനികരം. ഹായ്. അങ്ങനെ നമ്മൾ വ്യൂവിലേക്ക് എത്താറേ ഗൈസ്. കിടിലും വ്യൂ ഉണ്ടോ. എന്തോ ദൂരം കുറച്ച പോലെ നടന്നുകൊണ്ടാണോ എന്തായാലും കുറച്ച് ദൂരം കുറഞ്ഞ പോലെ. അതിൽ നിങ്ങൾ വ്യൂ ആണ് കേട്ടോ. ഏതല്ലേ മറ്റേ സിനിമയിലൊക്കെ കാണുന്ന കൂട്ട് ഒരു മറ്റേ റോഡ്, അതൊരു ബസ്സൊക്കെ വരുമ്പോൾ സിനിമയിലൊക്കെ വരില്ലേ, കാറ്റിന്മേൽ എഞ്ചാറ്, അതുപോലെ വൈബ് കൊള്ളാം. അങ്ങനെ നമ്മൾ ഷോട്ട് ഔട്ട് അർജൻറ്റീന ഫാൻസ്.
20-ാം തീയതി കളിയാണ് കഴിച്ച് നോക്കി നോക്കാം. നമ്മൾ രാവിലെ കുളിച്ചിട്ട് വരികയാണെങ്കിൽ ഇവിടെ അമ്പലത്തിൽ പോയിരുന്നു. അത്രയും അടിപൊളി ആണ് കഴിച്ച്. നോക്കാം, കാണിച്ചു തരാം കേട്ടോ ഞാൻ എത്ര ദൂരം ഭംഗിയുണ്ടെന്ന്. നമ്മൾ എത്തിയിരിക്കുന്നു, നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു. ഓ എന്താ വൈബില്ലേ, കാണിച്ചു തരാം കേട്ടോ. ഓ ഇത് നോക്ക്, പാടത്തിൻ്റെ നടുക്ക് ഒരു അമ്പലം. നിങ്ങൾക്ക് അമ്പലം കാണുന്നുണ്ടോ? ഹായ്, നൈസ് വ്യൂ അല്ലേ, അടിപൊളി. ഓ രാവിലെ ഇങ്ങനെയൊക്കെ ഒരു വ്യൂ കണ്ടു കഴിഞ്ഞാലേ അടിപൊളി ദിവസമായിരിക്കും കേട്ടോ അന്നത്തെ ദിവസം. വളരെ പോസിറ്റിവിറ്റി ഫീൽ ആവുന്നു. ഓ വാവ്, അടിപൊളി കേട്ടാ. ഇവിടെ ഒരു എസ്തെറ്റിക് ബസ് സ്റ്റോപ്പ് ഉണ്ട്, അടിപൊളി. നാട്ടിലൊക്കെ അപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ മിസ്സാവും കേട്ടോ. നല്ല വൈബാ, കാണിച്ചു തരാം. ഹായ്, ഒരു പാടം. അതാണ് അമ്പലം, അതാണ് കേട്ടോ അമ്പലം. ഇതാണ് നമ്മുടെ എസ്തെറ്റിക് ബെസ്റ്റ് പാടം. പാടം എത്തിയിരിക്കുന്നു. ഇതാണ് അമ്പലം. ആ എന്താ ഒരു പട്ടിയേക്കാൻ വൈബിലെ കിടിലൻ. ഇതാണ് നമ്മുടെ വൈബ്. രാവിലെ തന്നെ ഇങ്ങനത്തെ ഒരു വൈബ് കിട്ടി കഴിഞ്ഞാൽ കുറച്ച് അടിപൊളിയാവും കേട്ടോ. ഇതാണ് അമ്പലം. ഒരു ദിവസം നമുക്ക് അമ്പലത്തിൽ തൊഴാൻ വരാൻ കഴിച്ചു. ഇപ്പം നമ്മൾ 3500 സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ 3500 സ്റ്റെപ്സ് കഴിഞ്ഞിരിക്കുന്നു കഴിച്ച്. എൻ്റെ ഇന്നത്തെ ടാസ്ക് ഒരു 6000 നടക്കാതായിരുന്നു. 6000 സ്റ്റെപ്സ് മറ്റേ ആപ്പിൽ. അപ്പോൾ 3500 ഇപ്പോഴേ തിരിച്ച് നമുക്ക് കോളേജിലേക്ക് നടക്കാം. അടിപൊളി. അത്യാവശ്യം ഇവിടെ മറ്റേ വെള്ളമൊക്കെ കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ചെറിയ മഴ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഒരു കുടയുണ്ടല്ലോ, കുഴപ്പമില്ല. അടിപൊളിയില്ലേ, ഏതാ വൈബ്. അടിപൊളി വൈബ്, ഒരു പോസിറ്റീവ്. രാവിലെ തന്നെ അതൊന്ന് കറക്കിടം ഒന്ന് കഴിച്ച് അത് കലക്കി. കറക്കിടം ഒന്നായിട്ട് ഒരു നടത്തവേ, അടിപൊളി. ഇവിടെ വ്യൂ ആണ് എനിക്കിഷ്ടം. ഇങ്ങനത്തെ പാടവും മല അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോൾ ഹോസ്റ്റലായതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റും. പക്ഷെ ഞങ്ങളെ നടക്കാൻ വന്നപ്പോൾ നോക്ക്, കാണാൻ പറ്റുന്നറിയില്ല, കുരങ്ങൻ. കുരങ്ങൻ ഗൈസ്. രാവിലെ നടക്കാൻ വന്നപ്പോൾ കുരങ്ങനുണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ ഒരു 5000 സ്റ്റെപ്സ് നടന്നുണ്ടാവും. ഓ അടിപൊളിയില്ലേ, നല്ലൊരു തുടക്കാവട്ടെ. എനിക്ക് ആക്ച്വലി ഇത് ജോഗിങ് പിടിക്കാനാണ് താല്പര്യം. പക്ഷേ കുറേ നാൾ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ ജോഗ് ചെയ്യുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഒരാഴ്ച ഒക്കെ നടന്നിട്ട് എന്താ പറയുക, അങ്ങനെ മെല്ലനെ അത് പിടിക്കാം എന്നുള്ള കാര്യം. കാരണം ഇപ്പോൾ എന്താ പറയുക, കുറേ സംഭവം ഇത് ഒന്നും ചെയ്യാതിരിക്കണേക്കാളും ഏറ്റവും ബെറ്ററാണ് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം. അറ്റ്ലീസ്റ്റ് നമ്മൾ ഡെയിലി കളിക്കാനൊക്കെ ചെയ്യണ്ടായിരുന്നു, ബാഡ്മിൻ്റനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫിസിക്കലി ആക്ടിവിറ്റി ഗെയിം കളിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒന്നുമില്ലാത്തതുകൊണ്ട്
ബോഡി ഭയങ്കര വീക്കാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് വയ്യായ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നമ്മൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കണം എന്നെനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ 5000 എന്താ പറയുക എത്രയായി 6000 എത്താനായി കേസ് 6000 സ്റ്റെപ്സ്. അങ്ങനെ നമ്മൾ 1000 ഇനിയുണ്ട്. കോളേജ് എത്താനായില്ല. ഒന്ന് നോക്കി പോകട്ടെ, കുറച്ചും കൂടി നടക്കട്ടെ. ഓക്കെ, നമ്മൾ നടന്ന് തിരിച്ചെത്താനായി ഗൈസ് കുളം. അങ്ങനെ നമ്മൾ 6000 കടന്ന് ഗൈസ്. ഏതാ അങ്ങനെ 6000 ആയിരുന്നു ഇന്നത്തെ ഗോള്. അപ്പോൾ അത് കടന്നു. ഐ എം വെരി ഹാപ്പി. ഐ ഡിഡ് സംതിങ് ടുഡേ. അങ്ങനെ രാവിലെ തന്നെ നടക്കാൻ പോയതിൻ്റെ ഒരു പോസിറ്റിവിറ്റി കൊണ്ടിട്ട് ഇന്നത്തെ ദിവസം നടക്കാമല്ലോ. വാവ്. പിന്നെ കോളേജ് എത്താനായി. രാവിലെ ഇതുപോലെയൊക്കെ നടക്കാം. നൈസാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അങ്ങനെ തിരിച്ചെത്താനായി ഗൈസ്. വയ്യാണ്ടായി. കയറ്റൊന്നും കയറാൻ പറ്റുന്നുണ്ട്. ഒരുമാതിരി കാലുമ്പൊക്കെ എന്തോ പോലെ. പിന്നെ ഈ ഫോണിങ്ങനെ ഇതിങ്ങനെ പിടിക്കല്ലേ, അപ്പം എക്സ്ട്രാ പുലുവൽ. മൊബൈൽ ചത്ത് കിടക്കും. പാവം പ്രാവുകൾ. ഹായ്. അങ്ങനെ നമ്മുടെ സൺ കിസ്ഡ് ഗൈസ്. അടിപൊളി. അങ്ങനെ നമ്മൾ കോളേജ് എത്തിയിരിക്കുന്നു ഗൈസ്. ഗേറ്റ് കടന്ന് നമ്മൾ കോളേജിലേക്ക് വീണ്ടും കോളേജ് എത്തി. അങ്ങനെ നല്ലൊരു ദിവസം. നിങ്ങളും ഇതുപോലെ നടക്കുക. അപ്പോൾ അങ്ങനെ ഗൈസ്, ബൈ. ഞാൻ പോയിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കട്ടെ. ബൈ.